السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിലെ അഅ്മാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള അൽ ഇക്സീർ എന്ന ഗ്രന്ഥത്തിൽ അടുത്ത മൻസിലത്തുൽ ഇഖ്ബാത്ത്, അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഓരോ മനുഷ്യരും അവൻ്റെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ മനസ്സിലാക്കേണ്ട മൻസിലത്തുകൾ, സ്ഥാനങ്ങൾ, മഖാമുകൾ, അതിനെപ്പറ്റിയാണ് കിതാബിൽ പരാമർശിക്കുന്നത്. ഇതിൽ ധാരാളം സ്ഥാനങ്ങളെ സംബന്ധിച്ച് നാം പറയുകയുണ്ടായി. അടുത്തത് വരുന്നത് മൻസിലത്തുൽ ഇഖ്ബാത്താണ്. ഇഖ്ബാത്തിൻ്റെ മൻസിലത്ത്. ഇഖ്ബാത്ത് എന്നുള്ള പദം, അല്ലെങ്കിൽ മുഖ്ബിത്ത്, ഇഖ്ബാത്തുള്ളവൻ എന്നുള്ളത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ള ഒരു വിശേഷണമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഒരു മൻസിലത്തിനെ പറ്റി തുടങ്ങുന്നത് തന്നെ അല്ലാഹു തആല ഖുർആനിൽ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വബശ്ശിരിൽ മുഖ്ബിതീങ്ങൾക്ക് സന്തോഷ വാർത്ത. സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ ആയത്തിൽ. മുഖ്ബിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അർത്ഥം പറയാനുള്ളത് അങ്ങേയറ്റം താഴ്മ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ثم كشف عن معناهم فقال, എന്നിട്ട് അതിൻ്റെ ആശയത്തെ, അല്ലെങ്കിൽ ആരാണ് ഈ മുഖ്ബിത്ത് എന്നുള്ളതിൻ്റെ ആശയത്തെ അല്ലാഹു തആല അതിനുശേഷമുള്ള ആയത്തുകളിൽ സൂറത്തുൽ ഹജ്ജിലെ 35-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അഥവാ ബശീരിൽ മുഖ്ബിത്തീൻ എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് മുഖ്ബിത്ത്, അഥവാ ഇഖ്ബാത്തുള്ളവർ ആരാണ് എന്നുള്ളത് 35-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. സൂറത്തുൽ ഹജ്ജിലെ 35-ാമത്തെ ആയത്താണ്. 34-ാമത്തെ ആയത്തിൽ മുഖ്ബിത്തുകളെ പറ്റി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്, ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ പരാമർശിക്കപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും. വജിൽ എന്താണെന്ന് കഴിഞ്ഞ മൻസിലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വസ്വാബിരീന അലാമ അസ്വാബഹും, അതുപോലെ തന്നെ അവർക്ക് ബാധിക്കുന്ന മുസീബത്തുകളിൽ എന്താണ് അവർക്ക് ബാധിക്കുന്നത് അതിൽ ക്ഷമ കാണിക്കുന്നവരാണ്. വൽ മുഖീമിസ്സലാ, നിസ്കാരം നിലനിർത്തുന്നവരുമാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവർക്ക് നൽകിയിട്ടുള്ള, അള്ളാഹു പറയുകയാണ്, നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവരാണ് മുഖ്ബിത്ത് എന്ന് പറയുന്നത്. അതുപോലെ മുഖ്ബിത്തീങ്ങളെ പറ്റി, ഇഖ്ബാത്ത് എന്നതിനെ പറ്റി പരാമർശിച്ചിട്ടുള്ള മറ്റൊരായത്ത് സൂറത്തുൽ ഹൂദിലെ 23-ാമത്തെ ആയത്താണ്. വഖാല ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വഅഖ്ബതു ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ആരാണോ വിശ്വസിക്കുന്നത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, വഅഖ്ബതു ഇലാ റബ്ബിഹിം, അവരുടെ റബ്ബിലേക്ക് ഇഖ്ബാത്തുള്ളവരാകുന്നത്, അഥവാ താഴ്മ കാണിക്കുന്ന, വിനയം കാണിക്കുന്ന ആളുകളാകുന്നത്, ഉലൈക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗാവകാശികൾ, ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് സ്വർഗത്തിൽ ശാശ്വതരായിട്ടുള്ള ആളുകൾ എന്ന് പറയുകയാണ്. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എന്താണ് ഇഖ്ബാത്ത്, അല്ലെങ്കിൽ ആ മൻസിലത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ പറയുകയാണ്. അൽ ഖബ്ത് ഫി അസ്ലിൽ ലുഗ, അൽ ഖബ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാഷാപരമായി പറയുകയാണെങ്കിൽ അൽ മക്കാനുൽ മുൻഖഫിദു മിനൽ അർദ്, ഭൂമിയിൽ വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തിനാണ് എന്ത് പറയുന്നത്, അൽ ഖബ്ത് എന്നെല്ലാം പറയുന്നത്. ഭൂമിയിൽ വളരെ താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തിനാണ് ഖബ്ത് എന്ന് പറയാറുള്ളത്. വബിഹി ഫസ്സറ ഇബ്നു അബ്ബാസ് വഖതാദ റഹിമഹുല്ലാഹ് ലഫ്ദുൽ മുഖ്ബിത്തീൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഖതാദ റഹിമഹുല്ലയും
ഈ ലഫ്ളൽ മുഖ്ബിത്തീൻ, മുഖ്ബിത്തീൻ എന്നുള്ള പദത്തെ തഫ്സീർ ചെയ്തത് വഖാല ഹുമുൽ മുതവാദിഊൻ, അവർ രണ്ടുപേരും പറഞ്ഞു, അഥവാ മുഫസ്സിരീങ്ങളാണ്, അവർ രണ്ടുപേരും പറഞ്ഞു അത് തവാദു ഉള്ളവരാണ്, വിനയം കാണിക്കുന്ന, താഴ്മ കാണിക്കുന്നവരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖാല മുജാഹിദ് റഹിമഹുല്ലാ, മുജാഹിദ് റഹിമഹുല്ലാ അൽ മുഖ്ബിത്ത് എന്നുള്ള പദത്തിന് പറഞ്ഞത് അൽ മുത്മഇന്നു ഇലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിലേക്ക് ഏറ്റവും സമാധാനമടഞ്ഞ അവസ്ഥയിലുള്ളവൻ എന്നുള്ളതാണ്, മുത്മഇന്നായവൻ. ഇനി അതിൻ്റെ ആശയത്തെ വിശദീകരിക്കുകയാണ്. ലമ്മാ കാന അൽ ഇഖ്ബാതു അവ്വല മഖാമിൻ യതഖല്ലസു ഫീഹി സാലികു മിന തറദ്ദുദ്, ഈ മുത്മഇന്നു ഇലല്ലാഹ് എന്നുള്ള അർത്ഥത്തിലെല്ലാം ഇതിനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് ഒതുങ്ങുന്നവൻ, സമാധാനപ്പെടുന്നവൻ എന്ന് പറയാനുള്ള കാരണം, ഈ ഇഖ്ബാത്ത് എന്നുള്ളത് അവ്വല മഖാമിൻ യതഖല്ലസു ഫീഹി സാലികു മിന തറദ്ദുദ്, അഥവാ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു തറദ്ദുദ്, അഥവാ പിൻവാങ്ങണോ വേണ്ടേ, ഇത് മുന്നോട്ട് പോകണോ, ഇനി കൂടുതൽ അടുക്കണോ അള്ളാഹുവിലേക്ക്, അല്ല ഇത് ഇനി പരിശ്രമിക്കണോ ഈ മാർഗത്തിൽ, ഇനി ഇതിന് പണിയെടുക്കണോ, നമ്മൾ പോണ പോലെ പോയാൽ പോരെ എന്നുള്ള നിലയ്ക്കൊക്കെ ആ പിൻവാങ്ങൽ നിന്ന് ഒഴിവാകുന്ന, അല്ലെങ്കിൽ ഇനിയും മുന്നോട്ട് പോകണം എന്ന് പ്രേരണയേകുന്ന ആദ്യത്തെ മഖാമാണ് ഇഖ്ബാത്ത് എന്ന് പറയുന്നത്. ഈ മഖാമിലെത്തിക്കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടാകും. അതില്ല എങ്കിൽ ഇനി ഒരു സംശയമായിരിക്കും, ഇനി ഇങ്ങനെ കഷ്ടപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പണികളെടുത്ത് മുന്നേറണോ എന്നുള്ള ഒരു സംശയത്തിലും ഒരു പിൻവാങ്ങലിലുമായിരിക്കും. അത് ഒഴിവാകുന്ന ആദ്യത്തെ മഖാമാണ് ഇഖ്ബാത്ത്. വസാലികു മുസാഫിറുൻ ഇലാ റബ്ബിഹി, അള്ളാഹുവിലേക്ക് മുന്നിടുന്നവൻ, അതിനുവേണ്ടി പണിയെടുക്കുന്നവൻ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. സായിറുൻ ഇലൈഹി അലാ മദ അൻഫാസിഹി, അവൻ്റെ ശ്വാസം എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം അവൻ ആ യാത്രയിൽ തന്നെയാണ്, അഥവാ ഏതു സമയത്തും യാത്രയിലാണ്. ലാ യൻതഹി സൈറുഹു ഇലൈഹി മാ ദാമ നഫസുഹു യുസ്ഹിബുഹു, അവനിൽ എപ്പോഴെല്ലാം അവൻ്റെ നിശ്വാസമുണ്ടോ അപ്പോഴെല്ലാം അവൻ ആ യാത്രയിൽ തുടർന്നുകൊണ്ടിരിക്കും. ആ ശ്വാസം നിലക്കുമ്പോൾ മാത്രമേ യാത്ര അവസാനിക്കുകയുള്ളൂ, അഥവാ മരണം വരെ അവൻ ഈ യാത്രയിലാണ്. ശുബ്ബിഹ ഹുസൂലുൽ ഇഖ്ബാതി ലഹു ബിൽ മാഇൽ അദ്ബിൽ ലദീ യരിദുഹുൽ മുസാഫിർ അലാ ദംഇൻ വഹാജത്തിൻ ഫി അവ്വലി മനാഹിലിഹി. ഇനി ഇതിനെ സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നത്, അഥവാ ഇഖ്ബാത്തിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ഒരാൾ മുഖ്ബിത്ത് ആവുക, ഇഖ്ബാത്തിൻ്റെ മൻസിലത്തിൽ എത്തിച്ചേരുക എന്നുള്ളതിനെ സാദൃശ്യപ്പെടുത്താൻ പറ്റുന്നത് ബിൽമാഇൽ അദ്ബിൽ ലദീ യരിദുഹുൽ മുസാഫിർ അലാ ദംഇൻ വഹാജത്തിൻ ഫി അവ്വലി മനാഹിലിഹി. അവനൊരു യാത്ര പുറപ്പെടുകയാണ്, അഥവാ അള്ളാഹുവിലേക്കുള്ള യാത്ര അവന് പുറപ്പെടുന്ന സന്ദർഭത്തിൽ, അഥവാ ഒരു താരതമ്യം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാൾ യാത്രയിൽ പുറപ്പെടുകയാണ്, അപ്പോൾ അവന് അതിയായ ദാഹമുണ്ട്, ഉണ്ട്. ആ ദാഹത്തിൻ്റെ സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ശുദ്ധമായ അവൻ്റെ ദാഹം അകറ്റാനുള്ള, അവൻ്റെ ക്ഷീണം മാറ്റാനുള്ള വെള്ളം അവന് ലഭിക്കുന്നുണ്ട് വിചാരിക്കുക, അവൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ. അതുപോലെയാണ് ഇഖ്ബാത്തിൻ്റെ. ഫയർവീഹി മൗരിദുഹു വയുസീലു അൻഹു ഖവാതിറ തറദ്ദുദിഹി ഫി ഇത്മാമി സഫരിഹി. അപ്പോൾ ആ യാത്ര പുറപ്പെട്ട് ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് അവൻ ആ വെള്ളം കിട്ടുന്നത്, മുന്നോട്ട് പോകാനുള്ള ശക്തിയും സമാധാനം കേൾക്കുന്ന രീതിയിൽ വെള്ളം കിട്ടുന്നത്. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ സ്രോതസ് അവൻ്റെ മുമ്പിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നത്. അപ്പോൾ അവന് യാത്ര തുടരണോ വേണ്ടേ എന്നുള്ള ചിന്ത മാറി അതിൽ നിന്ന് പിൻവാങ്ങണ്ട, മുന്നോട്ട് പോകാം എന്നുള്ള ചിന്ത അവനുണ്ടാകുന്നു. ഔ റുജൂഅഹു ഇലാ വതനിഹി ലിമശഖത്തി സഫർ. അതുപോലെ അവൻ എന്തു ചെയ്യുന്നു, പിന്നെ ഇനി യാത്രയുടെ ബുദ്ധിമുട്ട് ആലോചിച്ച് ഇനി തിരിച്ച് പോകാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലക്കുള്ള ചിന്തയൊക്കെ മാറ്റി ആ വെള്ളം കിട്ടുമ്പോൾ അവന് ഇനി മുന്നോട്ട് പോകാം, കുഴപ്പമില്ല, അങ്ങനെ വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്ന നിലക്ക് മുന്നോട്ട് പോകും. ആ പിൻവാങ്ങലിൽ നിന്ന് അവൻ ഒഴിവാകും. فإذا ورد ذلك الماء زال عنه التردد وخاطر الرجوع. അപ്പോൾ ഈ വെള്ളം കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ ആദ്യം തന്നെ അവന് ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടുന്നത് കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇനി പിൻവാങ്ങണ്ട, ഇനി വീട്ടിലേക്ക് മടങ്ങണ്ട, ആ ചിന്ത ഒഴിവാക്കി മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നത്. അതുപോലെയാണ് ഇഖ്ബാത്ത് എന്ന്, അഥവാ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഇഖ്ബാത്തിൻ്റെ മഞ്ചിലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നോട്ട് പോകണ്ട, ഇനി മുന്നോട്ട് തന്നെ എന്നുള്ള ഒരു എത്തുന്നതിന് ഉദാഹരണം പറഞ്ഞത്, ഒരാൾ ഒരു യാത്ര പോകുമ്പോൾ അവൻ ആ യാത്രയുടെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അവന് കുടിക്കാനുള്ള വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം അത് ലഭിക്കുമെന്നുള്ള വഴിയൊക്കെ മനസ്സിലാകുമ്പോൾ ഇനി പിന്നോട്ട് പോകണ്ട, മുന്നോട്ട് തന്നെ പോകാമെന്ന് തീരുമാനിക്കുന്നതിന് പോലെയാണ്. കദാലിക സാലിക് ഇദാ വറദ മൗരിദൽ ഇഖ്ബാതി എന്നിട്ട് പറയുകയാണ്, അതുപോലെയാണ് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ പോകുന്നവൻ ഇഖ്ബാത്തിൻ്റെ സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ തഖല്ലസ മിൻ തറദ്ദുദി വറുജൂ,
അവനിനി പിന്നോട്ട് വരണോ എന്നുള്ള സംശയത്തിൽ നിന്നും അതുപോലെ തന്നെ മടങ്ങുക എന്നുള്ളതിൽ നിന്നൊക്കെ അവൻ ഒഴിവാകും. ഇനി മുന്നോട്ട് പോകാം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം എന്നുള്ള ബോധത്തിലെത്തും. വനസല അവ്വല മനാസിലി തുമഅനീനതി ലിസഫരിഹി വജദ്ദ ഫിസ്സൈർ. അവൻ ആ യാത്രയിൽ സമാധാനം കണ്ടെത്തുന്ന, ശാന്തതയും ഒതുക്കവും കണ്ടെത്തുന്ന ആദ്യത്തെ മഞ്ചിലത്തിലെത്തും. അവൻ ഇനി മുന്നോട്ട് പോകാൻ കൂടുതൽ പരിശ്രമിക്കുന്ന അവസ്ഥയിലെത്തും. അതാണ് ഇഖ്ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇഖ്ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇനി പിന്നോട്ടില്ല, ഇനി മുന്നോട്ട് തന്നെ, അള്ളാഹുലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് തന്നെ, അള്ളാഹുലേക്ക് അടുക്കണം, അതിനുള്ള പണിയെടുക്കണം, അതിന് പരിശ്രമിക്കണം, തെറ്റുകൾ ഒഴിവാക്കണം, അങ്ങനെ അതിലിനി മുഴുകണം എന്നുള്ള ഉറച്ച ഒരു നിശ്ചയത്തിലേക്ക് എത്താൻ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ഇഖ്ബാത്ത് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറയുകയാണ്, വഅലം അന്നഹു മതസ്തഖറത് ഖദമുൽ അബ്ദി ഫീ മൻസിലത്തിൽ ഇഖ്ബാത്തി വതമക്കന ഫീഹാ. നീ മനസ്സിലാക്കുക, എപ്പോഴാണോ ഒരടിമയുടെ ചുവട് ഈ മൻസിലത്തുൽ ഇഖ്ബാത്തിൽ, അഥവാ ഈ ഒരു അള്ളാഹുവിനോട് കാണിക്കുന്ന വിനയം, ആ വിനയം എന്താണ്, താഴ്മ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എപ്പോഴാണോ ഒരുവൻ്റെ കാൽ ഉറക്കുന്നത്, അതിൽ ദൃഢമായി ഉറച്ചു നിൽക്കുന്നത്, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇർതഫഅത് ഹിമ്മത്തുഹു, അവൻ്റെ ചിന്ത, ഉദ്ദേശം, നിയ്യത്ത് അതെല്ലാം ഉയർന്നതാകും. ഇനിയും മുന്നോട്ട് അള്ളാഹുവിലേക്ക് എത്ര അടുക്കാൻ പറ്റുമോ അത്ര അടുക്കണമെന്നുള്ള നിലക്കാകും. വഅലത് നഫ്സുഹു അൻ ഖതഫാത്തിൽ മദ്ഹി വദ്ദം. അതുപോലെ തന്നെ മദ്ഹിൻ്റെയും ദമ്മിൻ്റെയും, പ്രശംസയുടെയും ആക്ഷേപത്തിൻ്റെയും പിടികളിൽ നിന്നെല്ലാം അവൻ അതിൽ നിന്നെല്ലാം അവന് സ്വന്തം ഉയരും. അഥവാ ഒരാൾ അവനെ പ്രശംസിക്കുന്നു, മദ്ഹ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ അവനെ ആക്ഷേപിക്കുന്നു, അതിൻ്റെ ചില കെണികളുണ്ട്. എന്താണെന്ന് പറയുന്നത്, അതിൻ്റെ ചില കെണികളുണ്ട്, അതിൻ്റെ ചില പിടുത്തങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം അവൻ്റെ സ്വന്തം, അവൻ്റെ നഫ്സ് അവനെന്തായിരിക്കും, ഉയർന്നതായിത്തരും. അവനൊന്നും ബാധിക്കുന്ന വിഷയമല്ല. അവനെ പുകഴ്ത്തിയാലും കുഴപ്പമില്ല, പ്രശംസിച്ചാലും കുഴപ്പമില്ല, അവനെ ആക്ഷേപിച്ചാലും കുഴപ്പമില്ല, അവനതൊന്നും ബാധിക്കുന്ന വിഷയമല്ലാതെ ഉയർന്ന അവസ്ഥയിലെത്തും. ഫലാ യഫ്റഹു ബിമദ്ഹിന്നാസ്. ജനങ്ങൾ അവനെ പ്രശംസിച്ചു, പുകഴ്ത്തി എന്നതുകൊണ്ട് അവന് സന്തോഷവും ആഹ്ലാദമൊന്നും ഉണ്ടാവില്ല. അവന് പ്രത്യേകിച്ച് ആ ജനങ്ങളൊക്കെ എന്നെ പ്രശംസിക്കുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട് എന്ന് ചിന്ത ഉണ്ടാകില്ല. വലാ യഹ്സനു ലിദമ്മിഹിം. അതുപോലെ തന്നെ ജനങ്ങളെ ആക്ഷേപിച്ചു എന്ന് വിചാരിക്കുക, അതിൻ്റെ പേരിൽ അവന് ദുഃഖം ഉണ്ടാവില്ല. കാരണം അവൻ്റെ ആ ഇഖ്ബാത്ത് എന്നുള്ള മഞ്ചലത്ത് എത്തിക്കഴിഞ്ഞാൽ അവനും അള്ളാഹുമായിട്ടുള്ള ആ ഒരു ഘട്ടത്തിലേക്ക്, അള്ളാഹു എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, അള്ളാഹു നല്ലതാണോ ചിന്തിക്കുന്നത്, അള്ളാഹുവിന് മുമ്പിൽ ഞാൻ മോശമായോ എന്നുള്ള നിലക്ക് മാത്രമായി അവൻ്റെ ചിന്ത മാറും. ഹാദാ വസ്ഫു മൻ ഖറജ അൻ ഹബ്ദി നഫ്സിഹി. ഈ ഒരു വിശേഷണം, അഥവാ ജനങ്ങളുടെ മദ്ഹും ദമ്മും എന്നും അവനെ ബാധിക്കുന്ന വിഷയമല്ല. സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് പൊതുവേ ഉള്ളതാണ്. ഒരാൾ അവനെ പുകഴ്ത്തി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ സന്തോഷവും അവനൊരു കുളിർമയുണ്ടാവും. അതേസമയം ഒരാൾ അവനെ ആക്ഷേപിച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിഷമതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിൽ നിന്ന് ഒഴിവാകുന്ന ഒരു ഘട്ടമാണ് ഇഖ്ബാത്ത് എന്നുള്ളത്. ആ ഒരു വിശേഷണം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തത്തിൻ്റെ, അഥവാ അവൻ്റെ നഫ്സിൻ്റെ ഓഹരിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടവനാണ്. അഥവാ നഫ്സിൻ്റെ ഈ തോന്നലുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവനാണ് അവൻ. വതഅഹല ലിൽഫനാഇ ഫി ഉബൂദിയത്തി റബ്ബിഹി. അവൻ്റെ റബ്ബിനുള്ള ഉബൂദിയത്തിലേക്ക് മാറിപ്പോകുന്ന, അതിൽ മുഴുകിപ്പോകുന്ന, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകുന്ന അവസ്ഥയിൽ അവനാകും. വസാറ ഖൽബുഹു മുത്തരിഹൻ ലിഅശ്അതി അൻവാരിൽ അസ്മാഇ വസ്സിഫാത്ത്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, അഥവാ ഇഖ്ബാത്തിലെത്തി, ദമ്മും മദ്ഹുമെന്നും ആളുകളുടെ പ്രശംസയോ ആളുകളുടെ ആക്ഷേപമോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന നിലക്ക് അവൻ മാറിക്കഴിഞ്ഞാൽ, അവൻ അള്ളാഹുവിനുള്ള ഉബൂദിയത്തിലായിക്കൊണ്ട് മാത്രം മാറിക്കഴിഞ്ഞാൽ, വസാറ ഖൽബുഹു മുത്തരിഹൻ ലിഅശ്അതി അൻവാരിൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെയും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെയും കിരണങ്ങളിലേക്ക് അവൻ്റെ ഖൽബിനെ എറിഞ്ഞവനെ പോലെയാകും. അഥവാ അവൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള മഅരിഫത്ത് വിശാലമായി ലഭിക്കും. വബാശറ ഹലാവത്തുൽ ഈമാൻ വൽ യഖീന ഖൽബുഹു. അവൻ്റെ ഖൽബ് ഈമാനിൻ്റെ മാധുര്യവും അതുപോലെ തന്നെ ഈമാനിലുള്ള ദൃഢതയും അവൻ്റെ ഖൽബ് അനുഭവിച്ചറിയുന്ന അവസ്ഥയുണ്ടാകും. അഥവാ ഒരിക്കലും ചില സൽഫുകൾ അസറുകളിൽ കാണാം, ജനങ്ങളുടെ മദ്ഹും ദമ്മും, ജനങ്ങളുടെ പ്രശംസയും ആക്ഷേപവും ഒരുപോലെ ആകാതെ ഒരാൾക്ക് ഈമാനിൻ്റെ ഹലാവത്ത് ലഭിക്കുകയില്ല എന്നുള്ളത്. കാരണം ഒരാൾ നമ്മൾ ചെയ്തൊരു കാര്യത്തിൻ്റെ മേലെ പ്രശംസിക്കുമ്പോൾ അതിൽ പ്രത്യേക ദീനിയായ കാര്യങ്ങൾ, അതിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ജനങ്ങളുടെ ആക്ഷേപം കൊണ്ട് നമുക്കൊരു പ്രത്യേകമായ സന്തോഷം സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല, പ്രത്യേകമായിട്ടുള്ളൊരു ആഹ്ലാദം. ജനങ്ങൾ ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഖേദം, ചിലപ്പോൾ അള്ളാഹുവിന് മുമ്പിൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകുമ്പോൾ അവനും അള്ളാഹു മാത്രമുള്ള അവസ്ഥയിലെത്തി. ആ അവസ്ഥയിൽ എത്തുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളെയും കുറിച്ചുള്ള
മഅരിഫത്ത് കൊണ്ടാണ്. അതാണ് ഇബ്നുൽ ഖയ്യിം അതിൻ്റെ കിരണങ്ങളിൽ എറിയപ്പെട്ട അവസ്ഥയിൽ അവൻ്റെ ഖൽബായി തീരും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവന് ഈമാനിൻ്റെ മാധുര്യവും ഈമാനിൽ ദൃഢതയും കൈവരിക്കാൻ സാധിക്കും അവൻ്റെ ഖൽബ്. വൽ വുഖൂഫ് ഇൻദ മദ്ഹി الناس വദമ്മിഹിം അലാമത്തു ഇൻഖിതാഇൽ ഖൽബ്. ഒരാൾക്ക് ജനങ്ങളുടെ മദ്ഹിലും അതുപോലെ ജനങ്ങളുടെ ആക്ഷേപത്തിലും കൂടുതൽ ശ്രദ്ധയുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ പ്രശംസിക്കുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്, അവിടെ ഒരാൾ അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ അത് അലാമത്തു ഇൻഖിതാഇൽ ഖൽബ്, അവൻ്റെ ഖൽബിന് അള്ളാഹുമായിട്ടുള്ള ബന്ധമില്ല, ആ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. വഖുലുവിഹി മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്, അഥവാ അള്ളാഹും അവനും തമ്മിൽ ഒരു ബന്ധമില്ല. അവൻ അള്ളാഹിനെ ആരാധിക്കുന്നുണ്ടാവും, ബാക്കിയുള്ള കാര്യം ഉണ്ടാവും, പക്ഷേ അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധമില്ല എന്നതിൻ്റെ അടയാളമാണ്. വഅന്നഹു ലം തുബാശിർഹു റൂഹു മഹബ്ബതിഹി വ മഅരിഫതിഹി, അങ്ങനെ ജനങ്ങളുടെ ആക്ഷേപത്തിലും ജനങ്ങളുടെ പ്രശംസയിലുമെല്ലാം ശ്രദ്ധ കൊടുക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തിൻ്റെയും അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൻ്റെയും റൂഹ് അവൻ അനുഭവിച്ചിട്ടില്ല, അവന് മനസ്സിലായിട്ടില്ല, അവനത് കണ്ടെത്തിയിട്ടില്ല. വലം യദുഖ് ഹലാവത തഅല്ലുഖ് ബിഹി വത്തുമഅനീനത ഇലൈഹി, അവൻ അള്ളാഹുമായിട്ട് തഅല്ലുഖാവുന്നതിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുമായിട്ടുള്ള ശക്തമായ ബന്ധത്തിൻ്റെ അള്ളാഹുവിൽ കണ്ടെത്തുന്ന സമാധാനം അവൻ ആസ്വദിച്ചിട്ടില്ല, അതിൻ്റെ മാധുര്യം അവൻ രുചിച്ചിട്ടില്ല. ഫസാഹിബു ഹാദൽ മൻസിൽ ലാ യർദാ അൻ നഫ്സിഹി, ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഇഖ്ബാത്തിൻ്റെ അവസ്ഥയിൽ അവൻ ജനങ്ങളുടെ മദ്ഹും ദമ്മും ഒന്നും അവനെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള അവസ്ഥയിൽ അവൻ എത്തിക്കഴിഞ്ഞാൽ അവൻ അവൻ്റെ സ്വന്തത്തിൽ ഒരിക്കലും തൃപ്തിപ്പെടില്ല. അതായത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ നല്ല ആളാണെന്ന നിലയ്ക്ക് അവൻ അവൻ്റെ സ്വന്തത്തിൽ ഒരിക്കലും തൃപ്തിപ്പെടില്ല. വഹുവ മുബ്ഗിദുൻ ലഹാ, അവൻ അവൻ്റെ സ്വന്തത്തെ വെറുക്കുന്നവനായിരിക്കും. അഥവാ സ്വന്തത്തിൻ്റെ കുറവുകൾ എത്ര അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന് മുമ്പുള്ള കുറവുകളെക്കുറിച്ച് സ്വന്തത്തെ വെറുക്കുന്നവനായിരിക്കും. മുതമന്നിൻ ലി മുഫാറഖതിഹ, അവൻ അതൊന്നും വിട്ടു പോയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരിക്കും. അഥവാ ആ നഫ്സിൻ്റെ ആ ദോഷങ്ങളിൽ നിന്നെല്ലാം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ബാഹ്യമായ ആളുകൾ അവനെ കണ്ട് അവനെ പുകഴ്ത്തുന്നുണ്ടാവും, അവനെ പ്രശംസിക്കുന്നുണ്ടാവും, ഇനി അതല്ല വേറെന്തോ ആവട്ടെ, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വന്തത്തെ അവൻ കാണുന്നത് അവനൊരു ന്യൂനതയുള്ള കുറവുള്ള കാര്യമായിട്ടാണ് കാണുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടെ പറഞ്ഞല്ലോ, നഫ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഇഖ്ബാത്ത് എന്ന് പറഞ്ഞല്ലോ. നഫ്സ് അള്ളാഹുവിലേക്ക് തഅല്ലുഖാകുന്ന, അല്ലെങ്കിൽ നഫ്സിൻ്റെ ആ ഹബ്ബിൽ നിന്ന്, നഫ്സിൻ്റെ ഓഹരിയിൽ നിന്ന് അവൻ്റെ ഖൽബിനെ ഒഴിവാക്കിയെടുക്കുന്ന അവസ്ഥയാണ് ഇഖ്ബാത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് നഫ്സ് കൊണ്ട് ഈ ഉലമാക്കൾ അഥവാ ആരിഫീങ്ങൾ, അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്നതാണ് അടുത്ത് പറയുന്നത്, എന്താണ് നഫ്സ് എന്നുള്ളത്. വൽ മുറാദു ബിൻ നഫ്സ് ഇൻദൽ ഖൗം, ഇവിടെ ഇങ്ങനെയുള്ള ആളുകൾ അഥവാ മുൻഗാമികളിൽ സാഹിര്യങ്ങളായി വറഉള്ളവരായിക്കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ അഥവാ സാലിക്കീങ്ങൾ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അങ്ങനെ ജീവിച്ചിരുന്ന ആളുകൾ, അവരുടെ അടുക്കൽ നഫ്സ് എന്നുകൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് മാ കാന മഅലൂല മിൻ ഔസാഫിൽ അബ്ദ്, അടിമയുടെ വിശേഷണത്തിൽ ന്യൂനതകളുള്ള ഒന്നായിട്ടാണ് നഫ്സിനെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. മദ്മൂമൻ മിൻ അഖ്ലാഖിഹി വ അഫ്ആലിഹി, അതുപോലെ തന്നെ അവൻ്റെ സ്വഭാവങ്ങളിലാവട്ടെ പ്രവർത്തനങ്ങളിലാവട്ടെ ആക്ഷേപിക്കപ്പെടുന്ന ഒന്നായിട്ടാണ് നഫ്സിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ നഫ്സ് എന്നുള്ള കാര്യം അടിസ്ഥാനപരമായിട്ട് ന്യൂനതകളുള്ളതും മോശപ്പെട്ട സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ഉള്ളതായി അതിനാൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ്. സവാഅൻ കാന ദാലിക കസ്ബിയൻ ലഹു ഔ ഖൽഖിയൻ, അത് ആ സ്വഭാവങ്ങൾ അവന് ജന്മന അവൻ്റെ നഫ്സിൽ ഉള്ളതായിട്ടുള്ളതാവട്ടെ, അതല്ല അവൻ പിൽക്കാലത്ത് അവൻ്റെ കസ്ബിയായിട്ട് അവൻ നേടിയെടുത്ത കാര്യങ്ങളാവട്ടെ, അഥവാ എന്തെല്ലാം ന്യൂനതകൾ അവൻ ആ നഫ്സിനെ പരിശീലിപ്പിച്ചെടുത്തിട്ടുണ്ടാവും, ചിലർക്ക് പ്രകൃതി ഉണ്ടാവും, എന്തോ ആവട്ടെ അത് ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഫഹുവ ഷദീദുൽ ലാഇമതി ലഹാ, അതുകൊണ്ട് തന്നെ അവൻ ആ നഫ്സിനെ ഏറ്റവും അധികം ആക്ഷേപിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അഥവാ നഫ്സിൻ്റെ ഈ മോശപ്പെട്ട ഈ കുറവുകളും സ്വഭാവങ്ങളും ന്യൂനതകളും കാരണത്താൽ അങ്ങേയറ്റം ആക്ഷേപത്തിന് അർഹനായിട്ടുള്ള ഒന്നാണ് നഫ്സ്. വഹാദാ അഹദു തഅ്വീലീന ഫീ ഖൗലിഹി തആല, അതാണ് ഈ ആയത്തിൻ്റെ അഥവാ ഇനി പറയാൻ പോകുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചതിൽ ഉലമാക്കൾ വിശദീകരിച്ചതിൽ ഒരു തഅ്വീൽ എന്ന് പറഞ്ഞാൽ നഫ്സുൽ ലവ്വാമ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ഖിയാമയിലെ 2-ാമത്തെ ആയത്ത്, വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, ആക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ
ആ നിലക്കുള്ള നഫ്സിനെ കുറിച്ച് സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിൻ്റെ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അഥവാ ഒരാൾ സ്വന്തം നഫ്സിനെ അതിൻ്റെ ന്യൂനതകളാൽ, അതിൻ്റെ കുറവുകളാൽ, അതിൻ്റെ മോശപ്പെട്ട സ്വഭാവം കാരണത്താലൊക്കെ എപ്പോഴും ആക്ഷേപിക്കപ്പെടുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. قال سعيد بن جبير وعكرمة സഈദ് ഇബ്നു ജുബൈർ വഇക്രിമ എന്നുള്ള താബിഈങ്ങളിൽപ്പെട്ട മുഫസ്സിരീങ്ങളായ ഉലമാക്കളായിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞു, തലൂമു അലൽ ഖൈരി വശർ വലാ തസ്ബിറു അലൽ സറാ വലാ അലൽ ദറാ. ഖൈറാവട്ടെ ഷർറാവട്ടെ എപ്പോഴും നഫ്സ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കപ്പെടുന്നതാണ്. അത് സറായിലാവട്ടെ അഥവാ സന്തോഷമുണ്ടാക്കുന്ന അനുഗ്രഹമുണ്ടാകുന്ന അവസ്ഥയിലാവട്ടെ, നല്ല അവസ്ഥയിലാവട്ടെ ലാ തസ്ബിർ അത് ക്ഷമിക്കൂല, വലാ അലൽ ദറാ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാവട്ടെ ക്ഷമിക്കൂല. അഥവാ ഒന്നും മതിയാവൂല. ഇപ്പം നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും വേണം, അത് മതിയാവൂല അതിന്, അല്ലെങ്കിൽ ആ നിലക്ക് അതിനൊരിക്കലും അതിന് തൃപ്തിയാവൂല. ഇനി മോശപ്പെട്ട എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ക്ഷമിക്കാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു അടങ്ങാത്ത, ഒരു നിലക്കും നല്ലതല്ലാത്ത, എപ്പോഴും ആക്ഷേപത്തിന് അർഹനായിട്ടുള്ള ഒന്നായിട്ടാണ് നഫ്സ് എന്നുള്ളതാണ് ഈ സാലിഖീങ്ങൾ, ആരിഫീങ്ങൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫൈന്നഹു മിൻ ഖവാഇദിൽ ഖൗമിൽ മുജ്മഅ അലൈഹ ബൈനഹും. ഈ നഫ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അടിസ്ഥാനങ്ങൾ ഈ കൂട്ടർ അഥവാ ആരിഫീങ്ങൾ, സാലിഖീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലതി ഇത്തഫഖത് കലിമതു അവ്വലിഹിം വ ആഖിരിഹിം. അതിൽ ആദ്യക്കാരും അവസാനക്കാരും അഥവാ ആ ഒരു പാതയിൽ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയണം, മനസ്സിലാക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം, ആ നിലക്ക് ചർച്ച ചെയ്തിട്ടുള്ള ആളുകൾ, അതിൽ തുടക്കക്കാരും അവസാനക്കാരും മുഹിഖഹിം മുബ്തലിഹിം അലൈഹ, അങ്ങനെയുള്ള അതിൽപ്പെട്ട അധികം ആളുകളും അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അന്ന നഫ്സ ഹിജാബുൻ ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല. നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള ഒരു ഹിജാബാണ്. അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള ഒരു ഹിജാബാണ്. വന്നഹു ലാ യസിലു ഇലല്ലാഹി ഹത്താ യഖ്തഅ ഹാദൽ ഹിജാബ്. ഒരാളും തന്നെ അള്ളാഹുലേക്ക് എത്തിച്ചേരുകയില്ല ഈ ഒരു ഹിജാബ്, ഈ ഒരു മറ മുറിച്ചു കടക്കാതെ. അഥവാ ഒരു അടിമ അള്ളാഹുലേക്കുള്ള യാത്രയിൽ അവൻ്റെ മുമ്പിലുള്ള ഒരു ഹിജാബാണ്, അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിലുള്ള ഒരു ഹിജാബാണ് നഫ്സ് എന്നുള്ളത്. അതിനെ മറികടക്കാതെ, അതിനെ മുറിച്ച് കടക്കാതെ ഒരിക്കലും അവൻ അള്ളാഹുലേക്ക് എത്താൻ സാധിക്കില്ല. കമാ ഖാല അബൂ യസീദ് റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, റഅയ്തു റബ്ബൽ ഇസ്സ ഫിൽ മനാം. ഞാൻ ഉറക്കത്തിൽ, സ്വപ്നത്തിൽ റബ്ബിനെ കണ്ടു, അള്ളാഹുവിനെ കണ്ടു. ഫഖുൽതു റബ്ബി, ഞാൻ ചോദിച്ചു, റബ്ബേ കൈഫ ത്വരീഖു ഇലൈക്, നിന്നിലേക്കുള്ള മാർഗം എന്താണ്? ഫഖാല ഖല്ലി നഫ്സക വതആൽ. അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞു, നീ നിന്റെ നഫ്സിനെ ഒഴിവാക്കിയിട്ട് എൻ്റെ അടുക്കിലേക്ക് വരൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ അറിയാത്ത, മനസ്സിലാക്കാത്ത ആളുകളുണ്ടാവും ഇത് കേൾക്കുന്നത്. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുമെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം നബി റഹിമഹുല്ലാ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം ധാരാളം തവണ കണ്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സഹാബികൾ മുആദ് ബിൻ ജബൽ പോലെയുള്ള സഹാബികളിൽ നിന്ന് വന്നിട്ടുണ്ട്. ആധുനികരായ പണ്ഡിതന്മാരിൽ സ്വഹൈൽ ഫൗസാൻ, ഇബ്നു ബാസ് റഹിമഹുല്ലാ എന്നിവരെല്ലാം മുംകിൻ, അത് സാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന നിലക്ക് ആ വിഷയത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ ലൈസക മിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. എന്നാൽ അള്ളാഹുവിന് ഒരു രൂപമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു സാദൃശ്യമോ പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ അങ്ങനെ സാധിക്കും എന്നുള്ളത് അഹ്ലുസുന്നയുടെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ പോലെയുള്ളവർ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സൂഫി പാതയിലും ത്വരീഖത്തിൻ്റെ മാർഗത്തിലുമുള്ള ആളുകൾ ഈ ഒരു വാദം ശക്തമായി പിഴച്ച രീതിയിൽ, അഥവാ സുന്നത്തിനോടോ അഖീദയിൽ തൗഹീദിനോടോ യോജിക്കാത്ത ആളുകൾ ഈ നിലക്ക് പാദങ്ങൾ പറയുമ്പോൾ ഈ ഒരു കാര്യം ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് ഖൈർ എന്നുള്ളത് പറഞ്ഞ് കാണാം. കാരണം ആളുകൾ ദുർബല വിശ്വാസികളാണ്, അവർ കൂടുതൽ വഴികേടിലേക്ക് എത്താതിരിക്കാൻ. പക്ഷേ ഈ ഒരു കാര്യം ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അത് സാധ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഫനഫ്സു ജബലുൻ അദീമുൻ ഷാഖുൻ ഫീ ത്വരീഖി സൈരി ഇലല്ലാഹ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയുകയാണ്, നഫ്സ് എന്നുള്ളത് അള്ളാഹുവിലേക്കുള്ള യാത്രയിലുള്ള വളരെ കഠിനമായിട്ടുള്ള ഒരു പർവ്വതമാണ്, അഥവാ ആ മുറിച്ചു കടക്കാനുള്ള പർവ്വതമാണ്. വകുല്ലു സായിരിൻ ഫലാ ത്വരീഖ ലഹു ഇല്ലാ അലാ ദാലിക്കൽ ജബൽ. ഏതൊരു യാത്രക്കാരൻ, അതോ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരാളാവട്ടെ, അവന് ഈ പർവ്വതം മുറിച്ച് കടന്നിട്ടല്ലാതെ വേറെ വഴിയില്ല അള്ളാഹുവിലേക്ക് എത്താൻ.
ഇതിൻ്റെ മേലെ കൂടെ മറികടന്നിട്ടല്ലാതെ അള്ളാഹുവിലേക്ക് എത്താൻ പറ്റില്ല. ഇത് സത്യത്തിൽ ഈ ഒരു വാചകങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് ബന്ധിപ്പിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നിടാൻ ശ്രമിക്കുമ്പോൾ, അവിടെയെല്ലാം നമ്മെ പാപങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പാപങ്ങളിലേക്ക് നയിക്കുന്ന അവസ്ഥയിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. ധാരാളം കാര്യങ്ങൾ നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടാകും. അതൊക്കെ നഫ്സിൻ്റെ പ്രേരണയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഈ പ്രേരണകളെ മറികടന്നുകൊണ്ടല്ലാതെ നമുക്ക് എന്ത് സാധിക്കില്ല? നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കില്ല. ആ നിലക്ക് മനസ്സിലാക്കണം. ഇതൊരു കഥ പോലെ ഒന്നും വായിക്കേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ ബന്ധിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു പർവ്വതം പോലെയാണ് നഫ്സ്. അതിനെ മറികടക്കാതെ നമുക്ക് എത്താൻ സാധിക്കില്ല. ഫലാ ബുദ്ദ അൻ യൻതഹിയ ഇലൈഹി, എന്തായാലും അതിനെ മറികടന്നേ പറ്റുള്ളൂ. വലാകിൻ മിൻഹും മൻ ഹുവ ഷാഖുൻ അലൈഹി, എന്നാൽ ചില ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും നഫ്സിൻ്റെ ആ പർവ്വതത്തെ മറികടക്കുക എന്നുള്ളത്. വമിൻഹും മൻ ഹുവ സഹ്ലുൻ അലൈഹി, എന്നാൽ ചില ആളുകൾ അവർക്ക് എളുപ്പമായിരിക്കും അതിനെ മറികടക്കുക എന്നുള്ളത്. വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അലൈഹി, അള്ളാഹു ആർക്കാണോ എളുപ്പമാക്കിയത് അവർക്ക് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും അതിനെ മറികടക്കുക എന്നുള്ളത്. ആ പർവ്വതത്തെ മറികടക്കുക എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് എളുപ്പമുള്ള, അള്ളാഹു എളുപ്പമാക്കിയവർക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ് ആ പർവ്വതം എങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് ആ പർവ്വതമുള്ളത് എന്നുള്ളത്. വഫീ ദാലികൽ ജബൽ ഔദിയത്തുൻ വശുഊബുൻ വഖബാത്തുൻ വവുഹൂദുൻ, ആ പർവ്വതത്തിന് ധാരാളം താഴ്വരകളുണ്ട്, അതുപോലെ തന്നെ അതുപോലെ തടസ്സങ്ങളുണ്ട്, അതുപോലെ ബുദ്ധിമുട്ടുകളുണ്ട്. അതിനെ മറികടക്കാൻ ആ പർവ്വതം തന്നെ ഉണ്ട്. ആ പർവ്വതത്തിൽ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. മറികടക്കുന്നിടത്ത് കുറേ താഴ്വരകൾ, കുറേ തടസ്സങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വശൗക്കുൻ വഔസജുൻ വഉല്ലീഖുൻ വശിബ്റഖുൻ, അതുപോലെ തന്നെ മുള്ളുകളും ആ മുള്ളുകൾ നിറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള ചെടികളാണ്. ഔസജ്, ഒല്ലീഖ്, ഷിബ്റഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിലും ഈ പാറക്കെട്ടുകളിലും എല്ലാം കാണുന്ന മുള്ള് നിറഞ്ഞിട്ടുള്ള ചെടികളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പർവ്വതത്തിൻ്റെ മേലെ. വലുസൂസുൻ യഖ്തതിഊന ത്വരീഖ അല സായിരീൻ, അതുപോലെ തന്നെ അവിടെ കൊള്ളക്കാരുണ്ട്, കള്ളന്മാരുണ്ട്. അതിലൂടെ പോകുന്ന ആ പർവ്വതം കടന്നു പോകുന്ന ആ യാത്രക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടി നിൽക്കുന്ന കൊള്ളക്കാരും അവിടെയുണ്ട്. വലാ സിയമ അഹ്ലിൽ ലൈലിൽ മുദ്ലിജീൻ, പ്രത്യേകിച്ചും രാത്രിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ. അഹ്ലിൽ ലൈലിൽ മുദ്ലിജീൻ എന്ന് പറഞ്ഞാൽ ദുൽജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുടെ അവസാനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ്, അല്ലെങ്കിൽ ആ സമയത്തുള്ള യാത്രക്കാണ് ദുൽജ എന്ന് പറയുക. അഥവാ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് എന്ത് ത്യാഗം സഹിച്ചും രാത്രി നിസ്കാരം നിർവഹിച്ച് കൂടുതൽ പണിയെടുത്ത് മുന്നേറുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഏത് പണിയെടുക്കുന്ന ആളാവട്ടെ അവരൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി കള്ളന്മാരുണ്ട് അവിടെ. വഴിയിൽ ഒരുപാട് മുള്ളുകളും തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഫൈദാലം യകുൻ മഅഹും ഉദദുൽ ഈമാൻ, അപ്പോൾ ഈ യാത്ര പോകുന്ന, ഇതിനെ മറികടക്കാൻ പോകുന്ന ആളുകളുടെ കയ്യിൽ ഈമാനിൻ്റെ ഒരുക്കമില്ല എങ്കിൽ, അഥവാ ഈമാൻ ഇല്ല എങ്കിൽ, മസാബിഹുൽ യഖീൻ, അതുപോലെ തന്നെ യക്കീനിൻ്റെ വിളക്കുകളില്ല എങ്കിൽ, തത്തഖ്ദു ബിസൈത്തിൽ ഇഖ്ബാത്ത്, ആ യഖീനിൻ്റെ വിളക്കുകൾ എന്താണ്? അതിലെ ഇന്ധനം, അത് കത്തിക്കുന്ന എണ്ണ എന്താണ്? അത് ഇഖ്ബാത്താണ്. അതാണ് മൻസിലത്തെ നമ്മൾ പറയുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ ഇഖ്ബാത്തിൻ്റെ മൻസിലത്തിൽ എത്തിയ ഒരാൾക്കാണ് ഈമാനിൻ്റെ ഹലാവത്തും യഖീനും ഉണ്ടാവുക. അപ്പോൾ ഇഖ്ബാത്ത് എന്നുള്ള എണ്ണ കൊണ്ട്, അത് ഇന്ധനമായിക്കൊണ്ട് കത്തിക്കുന്ന യഖീനിൻ്റെ വിളക്കുകളും ഈമാൻ കൊണ്ടുള്ള ബാക്കിയുള്ള സാമഗ്രികളും ഒന്നും അവൻ്റെ ഒപ്പം ഇല്ല എങ്കിൽ, അഥവാ ഒരു സാഹിത്യപരമായിട്ട് പറയാണ്, അവൻ്റെ ഒപ്പം ഈമാനും യഖീനും ഇല്ല എങ്കിൽ, വഇല്ലാ തഅല്ലഖത് ബിഹിം തിൽക്കൽ മവാരിഹ്, എന്തുണ്ടാകും? അതില്ല എങ്കിൽ പിന്നെന്താ ഉണ്ടാവുക? ഈ പറഞ്ഞ തടസ്സങ്ങളുണ്ടല്ലോ, താഴ്വരകൾ, ബാക്കിയുള്ള തടസ്സങ്ങൾ, മുള്ളുകൾ, കള്ളന്മാർ, അതിൽ അവനെന്താകും? തടയപ്പെടും, അവരവനെ പിടികൂടും. വതശബ്ബസത് ബിഹിം തിൽക്കൽ ഖവാതിഅ്, ആ അവൻ്റെ യാത്ര മുറിച്ച് കളയുന്ന അതിൽ അവൻ പെട്ടുപോവുകയും മുറിഞ്ഞു പോവുകയും ചെയ്യും. വഹാലത് ബൈനഹും വബൈനസ് സൈർ, അങ്ങനെ ഈ കാര്യങ്ങൾ അവൻ്റെയും അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഇടയിൽ ഒരു തടസ്സമായി നിൽക്കും. അതായത് നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക്, ഇതില്ലാതെ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമല്ല. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഫജ്ർ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ബാക്കിയുള്ള നിസ്കാരം നിർവഹിക്കുന്നു, പറ്റുന്ന സുന്നത്തുകൾ ചെയ്യുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, ബാക്കി നമ്മൾ പിന്നെ ദുനിയാവ്. നമ്മൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ സമ്പാദിക്കുന്നു, മക്കളെ വളർത്തുന്നു, വീട് വെക്കുന്നു, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു, പേരക്കുട്ടികൾ ഉണ്ടാകുന്നു. ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വീട്ടിലെ ജോലികൾ, അവർക്ക് കുട്ടികളുണ്ടാകുന്നു, കുട്ടികളെ നോക്കുന്നു, വളർത്തുന്നു. ഇതന്നെയല്ലേ ജീവിതം. ഇതിൽ പിന്നെ പുതിയതായിട്ട് എന്താ ഉള്ളത്? ഇതെല്ലാം നമുക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓരോ ദിവസവും അള്ളാഹുലേക്ക് നമ്മൾ എത്ര അടുത്തു,
അള്ളാഹുവിനെ എത്ര അറിഞ്ഞു, അള്ളാഹുലേക്കുള്ള യാത്രയിൽ എത്ര മുന്നേറി, ആ ഒരു ചിന്ത വേണം. നമ്മൾ ഇക്സീറിൻ്റെ ആദ്യത്തെ ദർസിൽ പറഞ്ഞതുപോലെ, ഒന്നാമത്തെ ദർസിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ മുന്നേറിക്കൊണ്ടേയിരിക്കണം. അതില്ലെങ്കിൽ നമ്മുടെ ദീന് കൊണ്ടോ നമ്മുടെ ഈമാന് കൊണ്ടോ നമ്മുടെ ഇൽമു കൊണ്ടോ എന്താണ് ആസ്വാദനം ഉള്ളത്? എന്താണ് അതിൽ പിന്നെ പുതുതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരേണ്ട നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം തന്നെ എന്താ ഉണ്ടാവുക? നമ്മൾ എല്ലാ ദിവസവും ഒരേപോലെയല്ലേ, രാവിലെ ആകുന്നു രാത്രിയാകുന്നു, രാവിലെ ആകുന്നു രാത്രിയാകുന്നു, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപോലെ. അതിലെന്തെങ്കിലും മുസീബത്ത് വന്നാൽ പിന്നെ ക്ഷമിക്കുക, അല്ലെങ്കിൽ ആ നിലക്കുള്ള കാര്യങ്ങളല്ലാതെ വേറെ നമ്മൾ ഒന്നും അറിയുന്നില്ല. അത് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അള്ളാഹുലേക്ക് എത്ര അടുത്തു, എൻ്റെ യാത്ര എവിടെ എത്തിയിട്ടുണ്ടാകും, ഏത് മഞ്ചലത്തിൽ എത്തിയിട്ടുണ്ടാകും എന്നുള്ള ചിന്ത ആലോചിച്ച് നോക്കി. അപ്പോൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ നഫ്സ് പ്രേരിപ്പിക്കുന്ന ധാരാളം തെറ്റുകൾ, അല്ലെങ്കിൽ പാപങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ള കെണികൾ, കള്ളന്മാരെന്ന് പറഞ്ഞത് പിശാചുക്കൾ, അതുപോലെ നമ്മളിൽ നിന്ന് ചോർത്തിയെടുക്കുന്ന ഈമാൻ, അതിനെ മറികടന്നുകൊണ്ട് അതിനെതിരെ പണിയെടുത്തുകൊണ്ട് യാത്ര മുന്നേറാനുള്ള പരിശ്രമം, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കി. അപ്പോൾ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാവും, ഈമാനിലൊരു ആസ്വാദനം ഉണ്ടാകും, അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ തോന്നും, അള്ളാഹുലേക്ക് അടുക്കാൻ തോന്നും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ ഒരു പർവ്വതം മറികടക്കുമ്പോൾ ഈ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഈമാനും യഖീനും ഈ ഇഖ്ബാത്ത് കൊണ്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ, അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാണിക്കുന്ന ആ താഴ്മ കൊണ്ട് വിധേയത്വം കൊണ്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ യാത്ര മുൻകടക്കാൻ സാധിക്കില്ല. അത് എത്ര പണിയെടുക്കുന്ന ആളാണെങ്കിലും ഈ നഫ്സിനെ മറികടന്ന് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കില്ല, അവൻ അതിൽപ്പെട്ട് യാത്ര മുറിഞ്ഞു പോകും. അധിക യാത്രക്കാരും അഥവാ അള്ളാഹുവിലേക്ക് മുന്നിടുന്ന ആളുകളും ഈ നഫ്സ് എന്നുള്ള ഈ പർവ്വതത്തെ മറികടക്കാൻ സാധിക്കാതെ അതിന് പറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പിൻവാങ്ങുകയും അതിൻ്റെ ലക്ഷ്യത്തെ തകർക്കാൻ, അഥവാ അത് തകർത്തുകൊണ്ട് അതിൻ്റെ മുമ്പിലെത്താൻ പറ്റാത്ത രീതിയിൽ അവർ പിൻവാങ്ങി മടങ്ങുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മൾ ഓരോരുത്തരുമാണെങ്കിലും നഫ്സ് എന്നുള്ള പർവ്വതത്തിനെ മറികടക്കാൻ സാധിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂല. ഒന്നെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ ഇനി തിരിച്ച് വന്നിട്ട് പഴയ പോലെ മതി എന്ന നിലക്ക് നമ്മുടെ ഈമാനിൽ വർധനവില്ലാതെ, അമലുസ്സാലിഹാത്തുകൾ വർധനവില്ലാതെ അവിടെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. കാരണം അതിനെ മറികടക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല, ഞാൻ വീണ്ടും ആ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന തെറ്റിൽ ഞാൻ മുഴുകിക്കൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല എന്ന നിലക്ക് അതെന്താണ്, ആ നഫ്സ് എന്നുള്ള പർവ്വതത്തിൻ്റെ തടസ്സത്തിൽ നമ്മൾ പെട്ടുപോവുകയാണ്. അധികം ആളുകൾ അങ്ങനെയാണ്. والشيطان على قلة ذلك الجبل يحذر الناس من صعوده وارتقائه. പിശാചാണെങ്കിലോ ആ പർവ്വതത്തിൻ്റെ ഏറ്റവും മേലെ ഇരുന്നു കൊണ്ട് അതിലേക്ക് കയറുന്ന ആളുകളെ, നിങ്ങളുടെ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിൽപ്പെടും, അല്ലെങ്കിൽ നിങ്ങളിതിൽ പെട്ടുപോകും, എൻ്റെ കെണിയിൽപ്പെടും, നിങ്ങളിത് കയറാൻ നിൽക്കണ്ട എന്ന താക്കീത് പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. വയുഹവ്വിഫുഹും മിൻഹു, ആ പിശാജ് പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് നഫ്സ് എന്നുള്ളൊരു പർവ്വതമായിട്ട് സങ്കല്പിക്കുക, അതിൻ്റെ മേലെ പിശാച് നിൽക്കുന്നുണ്ട്, ഇതിനെ മറികടക്കാൻ നോക്കണ്ട, നിങ്ങൾക്ക് സാധിക്കൂല, നിങ്ങളിതിൽ പെട്ടുപോകുമെന്ന നിലക്ക് പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഫയത്തഫിഖു മശഖ്ഖത്തു ദാലിക്കൽ ജബൽ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ പർവ്വതത്തെ മറികടക്കാനുള്ള ബുദ്ധിമുട്ട്, കഷ്ടപ്പാടാണ്, കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ പണിയെടുക്കണം, ആ ബുദ്ധിമുട്ട്. വഖുഊദു ദാലിക്കൽ മുഖവ്വിഫു അലാ ഖുല്ലത്തിഹി. അതുപോലെ തന്നെ പേടിപ്പിക്കുന്ന ഒരാൾ അതിൻ്റെ മേലെ നിൽക്കുന്നുണ്ട്. ഒന്നാമത് ആ പർവ്വതം പേടിപ്പിക്കുന്ന ആളൊന്നും ഇല്ലെങ്കിൽ തന്നെ ആ പർവ്വതം മറികടക്കാൻ ഒരുപാട് തടസ്സങ്ങൾ അവിടെ ഉണ്ട്. രണ്ടാമത് അതിൻ്റെ മേലെ ഒരാൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഈ കാര്യവും വബഅഫു അസീമത്തി സാഇരി വനിയ്യതിഹി. അതുപോലെ തന്നെ ഈ യാത്ര പോകുന്നവൻ്റെ നിശ്ചയം, അവനൊരു ദൃഢനിശ്ചയമില്ല, ദുർബലമായൊരു ഉദ്ദേശവും ദുർബലമായ നിയ്യത്തും ഒക്കെ ഉള്ളൂ. അങ്ങനെയുള്ളൊരവസ്ഥയിലാണെങ്കിൽ, അഥവാ ഒരാൾ പർവ്വതമുണ്ട്, അത് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ മേലെ പിശാച് പേടിപ്പിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഇവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവന് യാത്ര മുന്നോട്ട് പോകാനുള്ള ഒരു ദൃഢനിശ്ചയവും നിയ്യത്തിന് ശക്തിയൊന്നുമില്ല. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഫയതവല്ലദു മിൻ ദാലിക അൽ-ഇൻഖിതാഉ വർ-റുജൂ'. എന്തുണ്ടാവും അവിടെ എന്താണ് ഉണ്ടാവുക? അവിടെ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി യാത്ര പോകണ്ട, ഇനി ഞാൻ തിരിച്ചു പോരാം, എനിക്കിതൊന്നും മാറ്റാൻ സാധിക്കില്ല, എനിക്ക് ഈ പർവ്വതത്തെ മറികടക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ എനിക്ക് പാപം ഒഴിവാക്കാൻ സാധിക്കില്ല, എനിക്ക് സൽക്കർമ്മം ചെയ്യാൻ സാധിക്കില്ല, അതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന നിലക്ക് ആ യാത്രയിൽ നിന്ന് അവൻ പിന്നോട്ടടിക്കും. വൽ മഅസൂം മൻ അസമഹുല്ലാഹ്. ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവൻ, അഥവാ ഈ മടങ്ങിപ്പോരാതെ മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നവൻ, മടങ്ങി പോരാതെ മുന്നോട്ട് കടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു രക്ഷപ്പെടുത്തിയവൻ മാത്രമാണ്. അധികം ആളുകൾക്ക് സംഭവിക്കുന്ന ഇതാണ്.
ഈ നഫ്സിൻ്റെ ഇച്ഛകൾക്ക് മുമ്പിൽ, നഫ്സിൻ്റെ കെണികൾക്ക് മുമ്പിൽ അതിനെ മറികടക്കാൻ സാധിക്കാതെ, അതുപോലെ തന്നെ പിശാചിൻ്റെ കെണികളിൽ വീണ്ടും അകപ്പെട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കും, അല്ലെങ്കിൽ പിന്നോട്ട് തിരിച്ചു പോരും. ദീനിൽ നിന്ന് ആളുകൾ പിഴച്ചു പോകണം കണ്ടിട്ടില്ലേ? അങ്ങനെ പല അവസ്ഥയിലുണ്ടാവും. പക്ഷേ അതിനെ മറികടക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം പറയാണ്, വകുല്ലമാ റഖയ അസ്സായിറു ഫീ ദാലിക്കൽ ജബൽ, എപ്പോഴെല്ലാം ആ യാത്ര പോകുന്നവൻ അതിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിലും, അഥവാ ഞാൻ മുറിച്ച് കടന്നേ തീരുമെന്ന നിലക്ക് മുകളിലേക്ക് കയറുകയാണെങ്കിൽ, ഇഷ്തദ്ദ ബിഹി സിയാഹുൽ ഖാത്തി, അവിടെ കൊള്ളക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തടസ്സമായിട്ടുള്ള മുള്ളുകളും കെണികളും തടസ്സങ്ങളും എല്ലാം അതിൻ്റെ നിലവിളി, അതിൻ്റെ പേടിപ്പിക്കുന്ന നിലവിളികൾ അത് ഏറ്റവും ശക്തമായി തീരും. വതഹ്ദീറുഹു വതഖ്വീഫുഹു, അതിൻ്റെ താക്കീതുകൾ, അതിനെ ഭയപ്പെടുത്തുന്നത് ഏറ്റവും ശക്തമായി തീരും. അഥവാ എത്രത്തോളം അതിനെ മറികടക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ മേലേക്ക് കയറും തോറും ഇത് ഈ പേടിപ്പിക്കൽ ഇതൊക്കെ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കും. അഥവാ ആ തെറ്റിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തെറ്റ് ഒഴിവാക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്യാൻ നോക്കുകയാണ്. എപ്പോഴൊക്കെ ശ്രമിക്കുമ്പോഴെല്ലാം അത് പറ്റാതെ വരുന്ന, ബുദ്ധിമുട്ട് വരുന്ന ആ നിലക്ക് ആവും. അങ്ങനെ അതിനെല്ലാം മറികടന്ന് അവൻ സ്വന്തത്തിനോട് ജിഹാദ് ചെയ്ത് പരിശ്രമിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ഫഇദൽ മഖായിഫു കുല്ലുഹുന്ന അമാനുൻ, അവനെ ഭയപ്പെട്ടിരുന്ന, അവൻ ഭയപ്പെടാനുണ്ടായിരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിർഭയത്വമായി തീരും. അഥവാ അതിൻ്റെ ഉന്നതിയിലാണ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താണ്, അവൻ ഈ ഭയപ്പെട്ടിരുന്ന എല്ലാം അവന് നിർഭയത്വം, ഒന്നുമില്ലാത്ത അവസ്ഥ. വഹീനഹിദിൻ യസ്ഹുലു സൈർ, പിന്നെ അവന് യാത്ര എളുപ്പമായിരിക്കും. ഇതവിടെ കയറി കിട്ടിയാൽ മതി, പിന്നെ കയറിയിട്ട് തന്നെ മേലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ യാത്ര എളുപ്പമായിരിക്കും. വതസൂലു അൻഹു അവാനിമു ത്വരീഖ്, ആ വഴിയിൽ തടസ്സമായിട്ടുള്ളതെല്ലാം നീങ്ങിപ്പോകും. വമശഖത്തു അഖബാതിഹ, അതിൻ്റെ അവസാനത്തിലെത്താൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങും. വയറാ ത്വരീഖൻ വാസിഅൻ ആമിനൻ, പിന്നെ അവന് കാണാൻ സാധിക്കുക അവൻ്റെ വഴി ഏറ്റവും വിശാലമായ നിർഭയത്വം നിറഞ്ഞ അവസ്ഥയിലായിരിക്കും. ബിഹിൽ മനാസിൽ വൽ മനാഹിൽ, അതിൽ വ്യത്യസ്ത ഘട്ടങ്ങളും ദർജകളുമായിട്ട് ആ വഴികൾ ഇങ്ങനെ അവൻ്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു കാണും. അവനൊരു ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിൽ നേരാവണ്ണം ഇങ്ങനെ കാണും. വഅലൈഹിൽ അലാം വഫീഹിൽ ഇഖാമാറ്റ്, അവിടെ അവന് അടയാളങ്ങളുണ്ടാവും, വഴി അടയാളങ്ങളുണ്ടാവും. ഇന്നതിലൂടെയാണ് പോകേണ്ടത്, ഇങ്ങനെ പോയാലാണ് ശരിക്കെത്തുക. അതുപോലെ തന്നെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, അവിടെ തങ്ങാനുള്ള അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. റഹ്മാൻ, അങ്ങനെ അവൻ റഹ്മാനിൻ്റെ യാത്രാ സംഘത്തിൽ അവനായിത്തീരും. അഥവാ അള്ളാഹു അവന് പ്രത്യേക സംരക്ഷണം വേകുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഉദ്ദേശം ഈ നഫ്സ് എന്നുള്ള ഈ ജബലിനെ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതിന് ഇഖ്ബാത്ത് എന്തായാലും വേണം. അഥവാ അള്ളാഹുവിനോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ വിധേയത്വവും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഉണ്ടായി ഈമാനും യഖീനും ഉണ്ട് എങ്കിൽ ഈ യാത്രയിൽ ഈ പർവ്വതത്തിനെ കയറി മറികടക്കാൻ പറ്റും. പക്ഷേ ഈ പർവ്വതത്തിനെ മറികടന്ന് കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്നത് അവന് എളുപ്പമുള്ള ഏറ്റവും നല്ല വിശാലമായിട്ടുള്ള അവസ്ഥയായിരിക്കും. നഫ്സുൽ മുത്മഇന്ന എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അതുപോലെ അഥവാ സമാധാനം അടഞ്ഞ ഒരാത്മാവിൻ്റെ അവസ്ഥയിൽ അവന് മുന്നിലോട്ട് പോകാൻ സാധിക്കും. ഫബൈനൽ അബ്ദി വബൈന സആദത്തി വൽ ഫലാഹ്, ഇതിൻ്റെ അവസാനത്തിലെ വാചകമാണ് പറയുകയാണ്, ഒരടിമയുടെയും അവൻ്റെ വിജയത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഇടയിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അഥവാ ഒരടിമയ്ക്ക് അവന് വിജയിക്കാനും അവന് സൗഭാഗ്യം നേടാനും വേണ്ട കാര്യങ്ങൾ, അതും അടിമയും തമ്മിൽ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, അഥവാ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ അവന് വിജയിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഖുവ്വത്തു അസീമത്തിൻ, അവൻ്റെ ദൃഢനിശ്ചയം. അസ്മിൻ്റെ ബാബു നമ്മൾ ചെറുതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആദ്യത്തിൽ. അഥവാ ദൃഢമായൊരു നിശ്ചയം അവനുണ്ടായിരിക്കണം. ഞാൻ ഒരു തെറ്റ്, ഞാനത് ഒഴിവാക്കും, ഞാനിത് ചെയ്യില്ല, അല്ലെങ്കിൽ ഞാനൊരു സൽക്കർമ്മം ഞാനത് ചെയ്യും, ഒരു ദൃഢനിശ്ചയം അവനുണ്ടാവുക എന്നുള്ളതാണ്. വസ്വബ്റു സാഅത്തിൻ, ഒരു നിമിഷത്തിലെ ക്ഷമ മതി. അഥവാ ഒരു തെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ അവസരങ്ങളും ഒരുമിച്ച് കിട്ടുമ്പോൾ, എല്ലാ സാധ്യതകളും ഒരുമിക്കുമ്പോൾ അവിടെ ഒന്ന് ക്ഷമിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം മറികടന്ന് ആ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഒരു നിമിഷം, ആ നിമിഷത്തിലെ സുബ്ർ അത് മതി. ദൃഢമായ നിശ്ചയം, ഒരു നിമിഷത്തിലെ ക്ഷമ. വശുജാഅത്തു നഫ്സിൻ, സ്വന്തത്തിൻ്റെ ധീരത. അഥവാ ഞാൻ ഈ പിശാചിൻ്റെ കെണിയിലോ അല്ലെങ്കിൽ നഫ്സിൻ്റെ ഇതിലോ ഒന്നും പെട്ടുപോകാതെ അതിനെല്ലാം മറികടക്കുമെന്നുള്ള ശുജാഅത്ത്, ധീരത അവനുണ്ടാവുക. വസബാത്തു ഖൽബിൻ, ഖൽബിൻ്റെ സബാത്ത്, സ്ഥൈര്യം,
അഥവാ ആടിപ്പോകാതെ എന്തെങ്കിലും ഒരു ചെറിയ ദേഹച്ച വരുമ്പോഴേക്കും ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും തെറ്റിപ്പോകാതെ ദൃഢമായി സ്ഥൈര്യത്തോട് നിൽക്കുന്ന ഖൽബ്. വൽഫദ്ലു ബിയദില്ലാഹി യുതീ മൻ യശാ എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, ഫദ്ൽ ഔദാര്യം എന്നുള്ളത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു അങ്ങേയറ്റം ഔദാര്യമുള്ളവനാണ്, മഹത്തായ ഔദാര്യം ചൊരിയുന്നവനാണ്. അഥവാ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുവനിലുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ അവന് ഏതൊരു കാര്യവും നേടിയെടുക്കാൻ സാധിക്കുന്ന, അള്ളാഹുവിലേക്ക് മുന്നിടാൻ സാധിക്കുന്ന, നഫ്സ് എന്നുള്ള ഈ ജബലിനെ മറികടക്കാൻ സാധിക്കുന്ന അവസ്ഥയിൽ അവൻ ആയിത്തീരും. അതാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഖുവ്വത്തു അസീമത്ത്, ദൃഢമായൊരു നിശ്ചയം, വസബ്റു സാഅ, ഒരു നിമിഷത്തിലെ ക്ഷമ, വശുജാഅത്തു നഫ്സിൻ, ധീരത, വസബാത്തു ഖൽബിൻ, ഖൽബിൻ്റെ സ്ഥൈര്യം. ഈ കാര്യങ്ങളുണ്ട് എങ്കിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നേടിയെടുക്കാൻ സാധിക്കും. ഇതാണ് മൻസിലത്തുൽ ഇഖ്ബാത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.